നമ്മള് എന്താ പറയുന്നത് ഈ കാശ്മീരൊക്കെ പോകുമ്പോ മലയുടെയൊക്കെ മണ്ടയ്ക്കൂടെ പോകുന്ന രീതിയിലിരിക്കുന്നു ഇപ്പൊ കാണിച്ചിട്ട്. മലയുടെ മണ്ടയ്ക്കൂടെ വന്നത് വെറുതെ ആയില്ല. യാത്ര ഇത്രയും വരെ വന്നതുകൊണ്ട് നമ്മള് പെതുക്കെ പോടാ ജോബി. എന്തോ സൈസല്ലയോ. കണ്ടു. അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല മലനിരകളാണ് റൈറ്റ് സൈഡിൽ മൊത്തം. നെല്ലിയാമ്പതി 22 കിലോമീറ്റർ ആണോ കാണിക്കുന്നത്? ആ ഓക്കെ നോക്കാം. നമുക്ക് നാളെ എന്തിനു വേണ്ടി തെങ്ങ നിൽക്കുന്നില്ലയോ? കുതിര കുതിര എന്തിയാടാ കുതിര ആണോ? ഓ പട്ടി പട്ടി മനുഷ്യരെക്കാളിലും കഷ്ടമാണ് പട്ടി. ഇതെന്ത് പോത്തുണ്ടി. ആ പോത്തുണ്ടി. പോട്ടെ പോട്ടെ നമുക്ക് പോത്തുണ്ടി ഡാം പോകാം. കുതിര വേറെ. അതുകൊണ്ട് കുതിര വേറെ. ഇത് തേക്കിന്റെ ഒരു ഇതാന്ന് തോന്നുന്നില്ല. തേക്ക് ഇങ്ങനെ റോഡ് സൈഡ് മൊത്തം തേക്കാണല്ലോ. ഇതായാലും വെട്ടിക്കൊണ്ടു പോകാലോ വേണമെങ്കില്. പോത്തുണ്ടി ഡാമിന്റെ കഴിഞ്ഞു കേട്ടോ. ആ പോത്തുണ്ടി ഡാം കഴിഞ്ഞു. പക്ഷെ എങ്കില് ഓ ഇവിടെ നല്ല അടിപൊളി ഡാമിന്റെ വ്യൂ ആണ് കേട്ടോ. ഇത് ഈ സൈഡിൽ കാണുന്നേ പോത്തുണ്ടി ഡാമിന്റെ വ്യൂ ആണ്. ഈ സൈഡ് ഇട സൈഡിൽ കാണുന്നത് മൊത്തം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഉണ്ട് ഇവിടെ. വണ്ടി ഇവിടെ സൈക്ലിംഗ് ഒക്കെ കേട്ടോ. സൈക്കിളിൽ കയറി പോകുന്ന ഒരാളെ ഒരു കാര്യം ചെയ്യാം. അവിടെ കിട്ടിയില്ല നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ എടുക്കാം. ഹിൽ വ്യൂ ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ. നമ്പർ എടുക്ക്. നമ്പർ വരുന്നുണ്ടാ. ഇത്രയും സ്പീഡിൽ പോയാണ്ട് കിട്ടുമോ അറിയത്തില്ല. ആ ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ആണ്. നിങ്ങൾ വനത്തിലേക്ക് പ്രവേശിക്കുക. വനത്തിൽ മദ്യപാനം മാലിന്യങ്ങൾ നിക്ഷേപിക്കുക നിരോധിച്ചിരിക്കുന്നു. ചെക്ക് പോസ്റ്റ് ഇപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നാ തോന്നുന്നേ. അവൻ വരുമ്പോ അറിയാൻ കാര്യം എന്തുവാന്ന്. ഇത് നമ്മുടെ ഇത് പോത്തുണ്ടി ഡാമിന്റെ റിസർവയർ അല്ലയോ? ആണോ? അപ്പൊ ഈ പോകുന്ന റോഡിൽ ആന ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലേ? നമ്മളീ പോകുന്നത് നിങ്ങൾ പോകുന്നില്ലേ? ഇത് പോയിട്ട് ഈ മലയുടെ കുന്നിന്റെ അപ്പുറം പോകണം നിങ്ങൾക്ക് എല്ലാത്തിനും. ഓക്കെ. ഈ കുന്നിന്റെ അപ്പുറത്ത് പോയെങ്കിൽ മാത്രമാണ്. ഈ കുന്നിന്റെ അപ്പുറം ആ കാണുന്ന കുന്നിന്റെ അപ്പുറമാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി മൊത്തം മലയുടെ പേരാണ്. ഓക്കെ ഓക്കെ. നെല്ലിയാമ്പതി മൊത്തം മലയുടെ പേരാണ്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൈകാട്ടി പിന്നെ സ്ഥലങ്ങളുടെ നിങ്ങൾ അങ്ങോട്ട് അവിടെ കാണാനൊക്കെ ഉണ്ട് സംഭവങ്ങള്. നല്ല നല്ല രസമാണ് നിങ്ങൾക്ക് പോകാൻ. ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും. ആണോ? പോകുന്ന പഠിക്കും മൃഗങ്ങളെല്ലാം കാണുമോ? ആ നിങ്ങളുടെ സമയം നൈറ്റ് അവിടുന്ന് ജീപ്പ് ഉണ്ടാവും. ജീപ്പ് കാണുമല്ലേ? സ്ഥലങ്ങളിൽ പോകാൻ അതിൽ പോയി കഴിഞ്ഞാൽ കാട്ടുപോത്ത് മറ്റൊക്കെ കാണാം. ആണോ? നല്ല ഇത്ര പേരില്ലോ. നിങ്ങളുടെ വണ്ടി പറ്റില്ല. അവർ വണ്ടി പ്ലാറ്റ്ഫോമിൽ വണ്ടി പറ്റുള്ളൂ. അവര് കൊണ്ടുപോകും രാത്രിയില്. കൊണ്ടുപോകും. അന്ന് ഏതാ റിസോർട്ട്? ഓ വെള്ളച്ചാട്ടമാണല്ലേ? അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. മൊത്തം പാറ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു പാറയുടെ മണ്ടയ്ക്കുള്ള വെള്ളച്ചാട്ടം ആദ്യമായിട്ട് കാണുക. വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വണ്ടികൾക്കൊന്നും കുറവില്ല. വണ്ടികളൊക്കെ ഇഷ്ടം പോലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. വണ്ടി വരുന്നുണ്ട്. ഫ്രണ്ട് വേണ്ടി വീണ്ടും വെള്ളച്ചാട്ടം കേട്ടോ. വീണ്ടും വെള്ളച്ചാട്ടമാണ്. ണ്ട് ബോഡിന്ന് വരുന്ന നിർത്ത് ജോബി നിർത്ത്. നല്ല അയ്യോ ഇങ്ങനൊന്നും എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഓ മരം ഉണങ്ങി നിൽക്കുവാണോ? അത് ഇതെന്തോ ഒരു വലിയ പാറ ഒറ്റ ഇരിക്കുവാണോ? വിത്തൗട്ട് എനി ലീഫ്. യാ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയാ.
Where they mentioned? Yeah, they mentioned no littering. എങ്ങനെയുണ്ട് നമ്മുടെ ആളാ? ആളിനെ കണ്ടോ? ആൾ സൂപ്പർ അല്ലേ? ഞങ്ങള് കാട്ടില് നമ്മളെ പുതിയ ആളിനെ ആടി പൊളിയാക്കിയിരിക്കാണ് കേട്ടോ. നെല്ലിയമ്പതിക്ക് പോകുന്ന റൂട്ടാണ്. ആനപ്പിണ്ണ കിടക്കുന്ന കണ്ടോ? കണ്ടോ? പിള്ളേർക്ക് എന്താ പറയുന്നു? അതെ, ഒരാൾ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നു. ഞാൻ റൂഫിന് ഒരാൾ മണ്ടയ്ക്കല്ല, അതിന് മണ്ടയ്ക്കാറില്ല. ഉണ്ടാകത്തില്ല അങ്ങോട്ട് ഒരു ആനയെ നമ്മുടെ വഴി തടസ്സം നിൽക്കത്തില്ല. ആണോ? വൈകിട്ടത്തെ ഫുഡ് അവന്മാര് തരുമെന്നാണോ പറഞ്ഞേ? വൈകിട്ടത്തെ ഫുഡ് നമുക്ക് അവർ തരുമെന്ന് പറഞ്ഞേ. This place is very good. It has many waterfalls. It's very green. They told the adults, the parents told that an elephant is coming, right? Yeah. And മറ്റേ ആ ചെറുക്കന്റെ നമ്പറിലൂടെ എനിക്ക് തരണം. അഥവാ രൂപയൊക്കെ വരുവാണെങ്കിൽ നെല്ലിയാമ്പതിയിലോ അല്ല നമ്മൾ മുമ്പേ പോയെടുത്തു. പാലക്കാടോ? we came here, so our life is in danger. അതെ അതെ അതെ, ഡാമിൽ നിന്ന് പോകുന്ന അതേ രീതിയിലാണ്. പക്ഷെ ഈ വെള്ളമൊക്കെയാണ് ഇതിൻ്റെ അകത്തോട്ട് ചെല്ലുന്നത്. പോത്തുരുൺ ഡാമിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടറാണ്. ഓക്കെ, ഇതിനെ വേസ്റ്റ് ചെയ്യാതെ അവര് എത്ര പാലയുടെ മണ്ടയ്ക്ക് വരുന്ന വെള്ളമാണ് നോക്കിയത്. ഇങ്ങനെ എത്ര സ്ഥലത്താ നോക്കിയേ. എടാ ഇത് കാണാൻ പറ്റാത്തോണ്ട് മേപ്പോട്ട് പാറ നിൽക്കും. അതെ 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 അതെ. എന്തോടാ താനിപ്പം തല്ലേ തോർത്തൊക്കെ ഊരി? എന്തുവാടാ നീ പറയുന്നത്? എന്തോ കണ്ടോ? നമ്മള് ഫുൾ ഫോറസ്റ്റ് കൂടെ പോണേ കേട്ടോ. നമ്മള് ഫുൾ ഫോറസ്റ്റ് കൂടെ ആണ് പോകുന്നത്. നീ അവത്തെ പണി വരുക. അവനോട് അവനോട് മോനെ ഇത് ലീഗലി ലോട്ട് അലൗഡാടാ മോൻ ഇരിയടാ. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. എന്റെ പൊന്നു മോനെ, നീ ഇവിടെ ഇരിക്കാമെങ്കിൽ ആനിമൽസ് നിന്റെ തല കാണുമ്പോൾ ഓടുക. നീ സൈഡിൽ ഇരിക്കേ. നിന്റെ തല കാണുമ്പോഴത്തേ ആനിമൽസ് ഇവിടുന്ന് വിട്ടു പോവുക അല്ലയോ? അതുകൊണ്ട് നീ തല അകത്തിട്. എന്നിട്ട് ഇരുന്ന് പമ്മി സൈഡിൽ കണ്ട് കല്ല് വീണ് കിടക്കുന്നു. അയ്യോ, ഭയങ്കര ഡേഞ്ചർ ഇങ്ങനെ കല്ല് വീണ് കിടക്കുന്നത് അല്ലയോ? വണ്ടി Our life is in danger, guys. Yeah. It's totally in danger, not like that. മഴ ചാറുന്നുണ്ടല്ലയോ? ഓക്കെ, അടച്ചെങ്കില. ഇതൊക്കെ അലക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങനാണോ അലച്ചേ? മരങ്ങളെല്ലാം ഒടിഞ്ഞു പിഞ്ഞ് കിടക്കുക ഇവിടെ. ഭയങ്കര വലിയ വലിയ മൗണ്ടനാ കേട്ടോ. വെള്ളമാണല്ലോ. കുഴിയാണെന്ന് തോന്നല്ലോ അവിടെ മൊത്തം. ഇത് നോക്ക്, ദാണ്ട് ആലും പാറയും എല്ലാം കൂടെ. കണ്ടോ പാറ കണ്ടോ? അവിടുത്തെ അങ്ങനെ ഒരു വീട്, വനത്തിനകത്തൊരു വീട് കണ്ടു കേട്ടോ. എന്ത് സംഭവത്ത് വീടാണോ അതോ ഫോറസ്റ്റുകാരെല്ലാം താമസിക്കുന്നതായിരിക്കും അല്ലേ? ക്വാർട്ടേഴ്സ് വല്ലതും ആയിരിക്കും അതല്ലേ? ആണോ? എല്ലാം ഫോറസ്റ്റുകാരെല്ലാം വരുവാണെങ്കിൽ താമസിക്കാനുള്ള സെറ്റപ്പ് വല്ലതും ആയിരിക്കും ഇല്ലയോ? ഫോറസ്റ്റിന്റെ ഉണ്ട്, പക്ഷെ ഗവൺമെന്റിന്റെ ഉണ്ട്. അത് ഗവൺമെന്റ്. നിങ്ങൾ വെളിയിലോട്ടൊക്കെ നോക്കിയിരിക്കണോ? മൃഗങ്ങളൊക്കെ കാണും ഇവിടെ. കാണും. നമ്മള് പണ്ട് നോക്കി പോയപ്പോ കണ്ടില്ലായിരുന്നു? അതെ അതെ. അതുപോലെ This is so beautiful. Look at the view. എവിടെയാ? എടാ ഇപ്പൊ ഈ സൈഡാ പിടിക്കേ. No,
14 കിലോമീറ്റർ ഉണ്ട് ഇനി. ഇപ്പൊ എത്ര വെള്ളച്ചാട്ടം ഇല്ലയോ, ചെറുതും വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ എത്ര. കണക്റ്റഡ് ആയിരിക്കും. ഇതെല്ലാം ചേർന്ന് അവിടെ. അല്ല ഇത് താഴത്തെ മല നമ്മള് കേറി അടുത്ത മലയിൽ കേറുന്ന പറഞ്ഞേ. ജീപ്പ് സഫാരി ഉണ്ട്. ആ ബോർഡ് എന്താ നോക്കിയേ, ബോർഡ് വായിച്ചേ. താങ്ക് യു ഫോർ നോട്ട് പാർക്കിംഗ്. teasing the wildlife. I know, okay? That is not who's it is you only. ഇത് ഫുഡൊന്നും കൊടുക്കാനാണോ? ടവർ വാച്ച് അത്. ഒത്തിരി ദൂരം ഉണ്ടോ? അത് ഉപദ്രവിക്കോ അതുകൊണ്ട് ഇവനങ്ങ് മാറ. ഇല്ല കുഴപ്പമില്ല, കേറ്. ആൻഡ്രൂസ് നീ പോകുന്ന വഴിക്ക് കൊച്ചിറക്കനെ കുഴപ്പമില്ല. പെതുക്കെ പോയാൽ മതി. സൈഡ് ഗ്ലാസ് കയറ്റിയിട്ടുണ്ടോ? അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് നമുക്ക് അലർന്നു ഗ്ലാസ് കയറ്റിയിട എല്ലാരും. ഓ പെതുക്കെ നിങ്ങൾ പേടിക്കാതെ കണ്ടോ, അലറി കേട്ടോ. പെതുക്കെ പോയാൽ മതി, നമ്മൾ പെതുക്കെ പോയാൽ മതി. അതുകൊണ്ട് അവിടെ കണ്ട് നിൽപ്പുണ്ട് തോന്നുന്നു, വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് സൈഡിലാണ് നിൽക്കുന്നത്, ജോലിയുടെ സൈഡിൽ. പോട്ടെ പെതുക്കെ പോയാൽ മതി. എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ പറയാം ഞാൻ. ഓ ഇത് വെട്ട ലൈറ്റ് ഗ്ലാസ് കയറ്റിട്ടോ പിള്ളേരെ. പെതുക്കെ പോ, നിങ്ങള് പെതുക്കെ പോടാ ജോബി. അയ്യോ എന്തോ സൈസ് അല്ലയോ. കണ്ടു. നിങ്ങൾ പെതുക്കെ പോയാൽ മതി, നിങ്ങളിങ്ങനെ പേടിക്കാതെ. മലനിരകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. പക്ഷെ സന്ധ്യയായി പോയി. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ മലയുടെ ഇങ്ങേ സൈഡ് നമ്മൾ എത്തി. ഓൾമോസ്റ്റ് നമ്മൾ ഇങ്ങെത്തി. ഇതിന്റെ അപ്പുറ സൈഡ് പോത്തുണ്ടി ഡാം നമ്മൾ കണ്ടത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാ. നല്ല മഞ്ഞ്. ബോൾഡ് അല്ല, ഞാൻ കാണിക്കാം വീഡിയോ. റൈറ്റ് സൈഡ് മൊത്തം അടിപൊളി. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങ് സൈഡ് നോക്കി വെച്ചാ കണ്ടോ. ഇവിടെ ഇതാണ് കേട്ടോ. വിട്ടോടെ തിരിച്ചെല്ലാം നോക്കാം. അല്ലെങ്കിൽ ഇപ്പം പോയിക്കോ. ഈ വ്യൂ ആയിരിക്കും നമ്മൾ തിരിച്ചു വരുമ്പോ കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇതിന്റെ അകത്ത് നമ്മൾ താമസിക്കുന്നതിന്റെ അവിടെ ഒക്കെ മഞ്ഞ് കാണുമായിരിക്കും. അടിപൊളി വ്യൂ ആണ്. പെതുക്കെ പോടാ ജോബി. പോട്ടെ നീ ഫോട്ടോയ്ക്ക് വേണ്ടി നോർമൽ സ്പീഡിൽ പോയാൽ മതി. നല്ല ഭംഗിയുണ്ടല്ലയോ, മേഘം പോലെ കിടക്കുന്നു. നമ്മള് എന്താ പറയുന്ന ഈ കാശ്മീരൊക്കെ പോകുമ്പോ മലയുടെയൊക്കെ മണ്ടയ്ക്കൂടെ പോകുന്ന രീതിയിലിരിക്കുന്നു ഇപ്പൊ കണ്ടിട്ട്. ഇപ്പൊ വന്നത് വെറുതെ ആയില്ല. യാത്ര ഇത്രയും വരെ വന്നതുകൊണ്ട് നമ്മള് താഴെ റൂമെടുക്കാതെ മേലോട്ട് വന്നതുകൊണ്ട് പ്രയോജനമായി. അതെന്താ വെച്ചാ നോക്ക, വീടുകളിലെ ലൈറ്റ് ആണെന്ന് തോന്നല്ലയോ, സ്റ്റാർ പോലെ കിടക്കുന്നു. വീടുകളിലെ ലൈറ്റുകളാണ്. ശരിക്കും ഒരു നമ്മുടെ രാത്രിയിൽ ആകാശത്ത് സ്റ്റാർ കാണുന്ന പോലെ രീതിയിലുണ്ട്. എന്ത് ഭംഗി. അയ്യോ അവിടുത്തെ റൈറ്റ് ആയി. ബോർഡ് നോക്കിയേ. 100 അടി റൈറ്റ്. 100 അടി റൈറ്റ് ആണോ? പുലയപ്പാറ നേരെ. ഇവിടെ നമ്മൾ പോണം. വ്യൂ പോയിന്റ്സ് റൈറ്റ്. വ്യൂ പോയിന്റിലോട്ട് നമ്മൾ പോകുന്നത് ഇപ്പൊ അല്ലേ. 3.8 കിലോമീറ്റർ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നോ എലിഫന്റിനെ പിന്നെ നമ്മള് കണ്ടിട്ടുണ്ട്. നമ്മള് കണ്ടിട്ടില്ലാത്ത കാട്ടുപോത്തിനെ അത് ഞാൻ കണ്ടു. അതെ ഇത് നമ്മളങ്ങനെ എവിറ്റിയുടെ എസ്റ്റേറ്റ് ആണോ അത്? മണലാരു എന്ന് എഴുതിയേക്കുന്നുണ്ട്. ഇത് പക്ഷെ അവിടെ എഴുതിയേക്കുന്ന എവിറ്റി. മണലാരു AV തോമസ് ഗ്രൂപ്പ്. അതുണ്ടാക്കുന്നവിടാന്ന് തോന്നുന്നു കേട്ടോ, ഫാക്ടറി ആണെന്ന് തോന്നുന്നുണ്ട്. തേയില
ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതുവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ അടുത്ത വീഡിയോ മുംബൈയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ്. അതാരും കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.